ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെയും വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഹെയർ ബണ്ണും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡിലെ അത് തന്നെയാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് കളറുള്ള ഒരു ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ കളറിലും വയലറ്റ് കളറിലുള്ള കുറച്ചധികം ബൺസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ സൈസും അത് നമുക്ക് വണ്ണമൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. ഓരോന്നിലും ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഏതായാലും നമ്മൾ ഈ ഒരു സൈസിലുള്ള ഒരു 1/2 ഇഞ്ച് സൈസിലുള്ള ഒരു ഹെയർ ബാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഒന്നിടവിട്ട് ഒരു വയലറ്റ് ഒരു ഗ്രീന് ആ ഒരു ഇതിൽ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ പുറത്തേക്ക് നന്നായിട്ട് വലിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ബ്ലാക്ക് കളറൊന്നും കാണില്ല. ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ താഴ്ഭാഗത്തുള്ള കളർ ഷെയ്ഡ് ആയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമൊന്നുമില്ല. ഇനി നമുക്ക് റിബൺ കൊണ്ടുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അതായാലും മതി. അപ്പോൾ ഇത് ഞാൻ കുറഞ്ഞ ചിലവിലുള്ള ഒരു 10 രൂപേൻ്റെ ഒരു ഹെയർ ബാൻഡായിരുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻസ് ഒന്നിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ട് ഇങ്ങനെ ഇട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൂവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പശകളോ ഒന്നും വേണ്ട. നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുടഞ്ഞെടുക്കുക മാത്രം മതി. നമ്മൾ മുടി പിന്നിട്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റൈലിലായിരിക്കും നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക. ഇത് 2 കളേഴ്സ് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി റെയിൻബോ കളേഴ്സിൽ നമുക്ക് ഇതുപോലെ പല മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റ കളറിൽ സിംഗിൾ കളറിൽ ചെയ്യാം. സിംഗിൾ കളറിനേക്കാട്ടിലും കൂടുതലായിട്ട് ഭംഗി തോന്നുന്നു 2 or 3 കളർ ഷെയ്ഡുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രയും എളുപ്പത്തിലുള്ള വേറെ ഹെയർ ബാൻഡുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പിന്നിട്ട് നിൽക്കുന്ന ആ ഭാഗം ഒരു സൈഡിലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കുട്ടികളെ ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ നമുക്ക് അവർക്ക് ക്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റോണുകളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ലവ് യു ബൈ.